വെൽക്കം ടു ശിവാസ് റെസിപ്പീസ്. ഇന്നത്തെ റെസിപ്പി മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് അരക്കപ്പ് വൻപയർ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കുക്കറിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇതിലേക്ക് 200 ഗ്രാം മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. വൻപയറും മത്തങ്ങയും ഒരുമിച്ച് കുക്കറിൽ വേവിക്കണമെങ്കിൽ അങ്ങനെയും ആകാം. ഞാനിപ്പോൾ ഇങ്ങനെ രണ്ടായിട്ട് വേവിച്ചെന്നേ ഉള്ളൂ. ഇതിൻ്റെ അരപ്പിനായിട്ട് 1 കപ്പ് തേങ്ങ തിരുമിയതും 2 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലപോലെ അരയണ്ട, ഈ രീതിക്കൊന്ന് അരച്ചെടുത്താൽ മതി. അവിയലിനൊക്കെ എടുക്കുന്ന പോലെ കുറച്ചുകൂടി വെള്ളത്തിലൊന്ന് ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കണം. പയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മത്തങ്ങ വെന്തതിലേക്ക് പയർ ചേർത്ത് കൊടുക്കണം. മത്തങ്ങ ചില കഷ്ണങ്ങളൊക്കെ വേകാനുണ്ട്, അതൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ നന്നായി വെന്ത് ഉടഞ്ഞു വരും. ഇതിപ്പോൾ ഇങ്ങനെ വേവിച്ചത് കൊണ്ടാണ് ചില കഷ്ണങ്ങൾ അങ്ങനെ ഇരിക്കുന്നതൊന്ന് സ്പൂൺ കൊണ്ട് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് വൻപയർ ചേർത്ത് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് 2 മിനിറ്റ് ഒന്നുകൂടി വേവിക്കാം. ആ സമയത്ത് കടുക് താളിക്കാനായിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായി വറുത്തെടുക്കണം. തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തങ്ങ വൻപയർ എരിശ്ശേരി തയ്യാറായി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണിത്. താങ്ക് യു ഫോർ വാച്ചിങ്.